നമുക്ക് വേദയുടെയും വിക്രത്തിൻ്റെയും വരാൻ പോകുന്ന ആഴ്ചകളിൽ നല്ലൊരു കഥ ആയിട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ രാധികയെ ലേബർ റൂമിലേക്ക് കൊണ്ടുപോയപ്പോൾ തന്നെ വേദയ്ക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടും വിഷമങ്ങളും ആയിരുന്നു. ദൈവമേ, ആ കുട്ടിക്ക് ഒരു ആപത്ത് സംഭവിക്കില്ലെന്ന് വേദ മനോരുകി പ്രാർത്ഥിച്ചു. എന്തോ വല്ലാത്തൊരു അടുപ്പം തോന്നിയിട്ടുണ്ടായിരുന്നു രാധികയോടും കുടുംബത്തോടും. ആ സേതുലക്ഷ്മി അമ്മ എത്ര പാവം ഒരമ്മയാ. തൻ്റെ മരുമകൾക്കും കുഞ്ഞിനും വേണ്ടിയിട്ട് എത്ര കരുതലോടെ കൂടിയിട്ട് അവർ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് എത്ര പ്രാർത്ഥനകളും വഴിപാടുകളൊക്കെ അവർക്ക് ആ കുഞ്ഞിനൊരാപത്തും കൂടാതെ കൊടുക്കണമെന്നൊരു പ്രാർത്ഥനയൊക്കെ വേദയുടെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ആരുടെ പ്രാർത്ഥന ദൈവം കേട്ടില്ല. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പം രാധികയുടെ അവസ്ഥ വല്ലാതെയായി. അപ്പോഴേക്കുമാണ് തരുൺ അങ്ങോട്ടേക്ക് വരുന്നത്. ഈ സമയം സേതുലക്ഷ്മി അമ്മ അകത്തേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. രാധയ്ക്ക് അത്ര കൂടുതലായിപ്പോയിരുന്നു ബ്ലീഡിങ്ങും കാര്യങ്ങളും. അവരുടെ മാനസിക തലം വരെ തെറ്റിയിട്ടുണ്ടായിരുന്നു. അവരുടെ ജീവൻ രക്ഷിക്കാനായിട്ട് ഡോക്ടർമാർ പഠിച്ച പണി 18 നോക്കി. പക്ഷേ ഒടുവിൽ ആ ജീവൻ രക്ഷിക്കാനായിട്ട് പറ്റിയില്ല. അവർ മരിക്കുകയാണ്. അവർ മരിച്ചെന്നറിഞ്ഞു കഴിഞ്ഞപ്പത്തിന് സേതുലക്ഷ്മി അമ്മ അലമുറയിട്ട് കരയുകയാണ്, എൻ്റെ മോളെന്നും പറഞ്ഞുകൊണ്ട്. അപ്പോഴേക്കും തരുൺ അങ്ങോട്ടേക്ക് വന്നു. തരുൺ വരുമ്പം കാണുന്ന കാഴ്ച തൻ്റെ ഭാര്യയുടെ ചേതനയേറ്റ ശരീരമാണ്. എത്ര പ്രതീക്ഷയോട് കൂടിയിട്ടാ കുഞ്ഞിനും അമ്മയ്ക്കും വേണ്ടി കാത്തിരുന്ന്. ഒടുവിൽ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായല്ലോ. അത് ഓർത്ത് കഴിഞ്ഞപ്പം തരുണിനും ഭയങ്കര സങ്കടമായി. തരുൺ ആ ബോഡിയിലേക്ക് വീണ് പൊട്ടിക്കരയുകയാണ്. കുറച്ച് സമയം മുമ്പ് വരെ ഭയങ്കര പ്രതീക്ഷയായിരുന്നു തൻ്റെ ഭാര്യയെ തനിക്ക് തിരികെ കിട്ടുമെന്നുള്ള പ്രതീക്ഷ. കുറച്ച് കഴിഞ്ഞപ്പം അരുണ സിസ്റ്റർ വേദയുടെ അടിയിലേക്ക് വരുവാണ്. വേദയുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, അതെ ആ രാധിക ചേച്ചി ഉണ്ടല്ലോ, അവർ പോയെന്ന് പറഞ്ഞു. പോയോ? എങ്ങോട്ട് പോയി? ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി പോയെന്ന് ചോദിച്ചു. അല്ല, അവർ മരിച്ചു പോയെന്ന് പറഞ്ഞു. മരിച്ചു പോയോ? വേദയ്ക്ക് ഒരു ഞെട്ടലായിരുന്നു. വേദയ്ക്ക് എന്താന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത, കാരണം കുറച്ച് മുമ്പ് വരെ തൻ്റെ തൊട്ടടുത്ത് ബെഡിൽ കിടന്നാണ്. അവർ മരിച്ചു പോയെന്നുള്ള ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വേദയ്ക്കും ഭയങ്കര വെപ്രാളമായി, ഭയങ്കര ടെൻഷനായി. ഈ സമയത്ത് അരുൺ സിസ്റ്റർ പറഞ്ഞു, അതെ വിഷമിക്കൊന്നും വേണ്ട, അവരുടെ ജീവൻ രക്ഷിക്കാനായിട്ട് എല്ലാവരും മാക്സിമം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് വേറെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അവരുടെ ജീവൻ രക്ഷിക്കാതെ പോയെന്ന് പറഞ്ഞു. അപ്പോഴേക്കും വേദയ്ക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ തോന്നി. എന്തോ ഒരു പെയിൻ തുടങ്ങുന്ന പോലെ തോന്നുകയാണ്. വേദ പെട്ടെന്ന് തന്നെ അരുൺ സിസ്റ്ററോട് പറഞ്ഞു. അങ്ങനെ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ മനസ്സിലായി വേദയ്ക്ക് ഏകദേശം സമയം എടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം, ഡെലിവറിക്ക് വേണ്ടിയിട്ടുള്ള. ഈ സമയത്ത് കമലയ്ക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട്, എന്താണെന്നറിയത്തില്ല, വല്ലാത്തൊരു വെപ്രാളം പരവേശം. പെട്ടെന്ന് തന്നെ കമല ബോധം കെട്ട് വീഴുവാണ്. മാഷ് പേടിച്ചു പോയി. അല്ലെങ്കിൽ ഈ ഇടയായിട്ട് കമല ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു, ഞാനിനി അധിക കാലമൊന്നും ഉണ്ടാകത്തില്ല മാഷെ, ഞാൻ പോകത്തുള്ളൂ. ഞാൻ പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചിതാഭസ്മം എടുത്തു വെക്കണം. വിക്രവും വേദയും കൂടെ ഒരുമിച്ച് കൊണ്ടേ വേണം ഒഴുക്കാനായിട്ട്. അവൾ വരും, എനിക്ക് ഉറപ്പുണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ മാഷ് ആ സമയത്തൊക്കെ ശാസിക്കുകയോ ചെയ്തേ. പെട്ടെന്ന് തന്നെ മാഷ് എന്ത് ചെയ്തു, കമലെ വണ്ടി വിളിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഡോക്ടർ പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് അങ്ങോട്ട് പെട്ടെന്ന് തന്നെ ICUലേക്ക് കയറ്റി. ഈ സമയത്ത് മാഷിന് വല്ലാത്തൊരു വെപ്രാളമായി. ഇപ്പം മാഷും കമലെ തനിച്ചാണല്ലോ താമസിക്കുന്നത്. വിശ്വമാണെങ്കിലും വിനായകനാണെങ്കിലും വേറെ വേറെയാണ്. അവരെയൊക്കെ മാറ്റി വിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരോട് കാര്യങ്ങൾ വിളിച്ച് പറയണം, അതെ അമ്മയ്ക്ക് തീരെ വയ്യായിരുന്നു, അമ്മയെ ഞാൻ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വന്നെന്ന്. മാഷിൻ്റെ മനസ്സിൽ കൂടെ പല പല ചിന്തകളും കടന്നു പോവുകയാണ്. എന്ത് ചെയ്യാൻ പറ്റും? ഒരു പക്ഷേ വിക്രം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊരു ചിന്ത. കമലയ്ക്ക് പെട്ടെന്ന് വയ്യായി വന്നു കഴിഞ്ഞപ്പോൾ മാഷും തകർന്നു പോയി. കമല പറഞ്ഞ ഓരോ വാക്കുകളുമായിരുന്നു മാഷിൻ്റെ മനസ്സിനെ വേദനിപ്പിച്ചുകൊണ്ടിരുന്നേ. ഈ സമയം വേദയ്ക്ക് പ്രസവ വേദന തുടങ്ങി. വേദ കരയാനായിട്ട് തുടങ്ങി. ആശ്വസിപ്പിക്കാൻ പോലും ആരും അടുത്തില്ലാത്തൊരവസ്ഥ പോലെയായിരുന്നു വേദയുടെ. ഒരുപക്ഷെ ഭർത്താവോ അല്ലെങ്കിൽ അമ്മയോ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ. അപ്പോഴേക്കും കമല ഏകദേശം കണ്ണു തുറന്നിട്ടുണ്ടായിരുന്നു. കമലയ്ക്ക് ബോധം വീണ് വന്നു. അപ്പോഴും ഡോക്ടർ മാഷിനെ അകത്തേക്ക് വിളിപ്പിച്ചു. അങ്ങനെ മാഷ് അകത്ത് ചെന്നു മാഷിനോട് സംസാരിച്ചോളാൻ പറഞ്ഞു. ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഈ സമയത്ത് മാഷിനെ നോക്കുവാണ് കമല. അപ്പോൾ ഓക്സിജൻ മാസ്ക് വെച്ചുകൊണ്ട് ശരിക്കൊന്നും സംസാരിക്കാൻ പറ്റില്ല. മാഷ് പറഞ്ഞു, നീ അധികം സംസാരിക്കണ്ട, കിടന്നോ, നിനക്കൊന്നുമില്ല, ഒരു കുഴപ്പവും സംഭവിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് കമലയുടെ കൈയെടുത്ത് പിടിച്ചു. കമല എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്ന പോലെ മാഷിന് തോന്നുവാണ്. അപ്പോഴേക്കും മാഷ് പറഞ്ഞു, നീ ഇത്ര വിഷമിച്ച് സംസാരിക്കേണ്ട കാര്യമില്ല കമലെ. മാഷെ, ഞാൻ പോയിട്ടുണ്ടെങ്കിൽ എന്നിങ്ങനെ പറയുന്ന അവ്യക്തമായിട്ട് അത് മാഷ് കേൾക്കുവാണ്. പെട്ടെന്ന് മാഷ് പറഞ്ഞു, ദേ ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ, നീ ഇങ്ങനെയൊന്നും പറയല്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഈ പറയുന്ന കമലയുടെ കണ്ണുകളൊക്കെ അടഞ്ഞു പോകുന്ന പോലെ മാഷിന് തോന്നുവാണ്. മാഷ് കമലയുടെ കയ്യെ മുറുക്ക പിടിക്കുക. മാഷിനെ തലചരിച്ചൊന്ന് കമല നോക്കി. ആ ഒരു നോട്ടം അതൊരു അവസാനത്തെ നോട്ടം തന്നെയായിരുന്നു. കമലയുടെ കണ്ണ് പെട്ടെന്ന് അടഞ്ഞു പോവുകയും ചെയ്തു. ഈ സമയത്ത്
വേദ അവിടെ പ്രസവിക്കുകയാണ്. കമല മരിക്കണ അതേ സമയത്ത് തന്നെയാണ് വേദ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നത്. വേദ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകുവാണ്. കമല മരിച്ചെന്ന് വിശ്വസിക്കാൻ പോലും ഈ സമയം മാഷിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. വല്ലാത്തൊരവസ്ഥയായിരുന്നു. തൻ്റെ കയ്യെ പിടിച്ചിരുന്ന കമലയുടെ കൈ വതുക്കെ കഴിഞ്ഞ് വരുന്ന മാഷ് കണ്ടു. കമലയെന്നും പറഞ്ഞ് വിളിച്ചെങ്കിലും കമല പിന്നീട് എഴുന്നേറ്റില്ല. ഒരൊറ്റ കരച്ചിലായിരുന്നു മാഷ്. അപ്പോഴേക്കും നേഴ്സും ഡോക്ടറും എല്ലാവരും കൂടെ വന്നു. മാഷിന് മനസ്സിലായി കമല തന്നെ വിട്ടു പോയെന്നുള്ള കാര്യം. മാഷ് പുറത്തേക്ക് ഇറങ്ങി വന്നിരുന്ന് പൊട്ടിക്കരയുവേണം. എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ലാത്ത ഒരവസ്ഥ. അപ്പോഴേക്കും വിശ്വവും വിനായകനും അവരെല്ലാവരും കൂടെ വന്നു. അവർ വന്ന് ഇനിയിപ്പോൾ പുറത്തിരുന്ന് കരയുന്ന മാഷിനെ കണ്ടേ. അവർക്കൊന്നും മനസ്സിലായില്ല. എന്താ വെച്ചാ അമ്മ എന്തിയേ, അച്ഛൻ എന്താ ഇവിടെ ഇരുന്ന് കരയണേ എന്ന് ചോദിച്ചു. ആ സമയം മാഷ് പറഞ്ഞു, അതെ അമ്മ ഐസിയുലുണ്ട്, കയറി കണ്ടോളാൻ പറഞ്ഞു. എന്താ വെച്ചാ അമ്മയ്ക്കിപ്പോൾ എങ്ങനെയുണ്ട്, കുറവുണ്ടോ എന്നൊക്കെ വിശ്വം ചോദിച്ചു. കുറവ് ഇനിയിപ്പോൾ അവൾക്ക് കുറവും കൂടുതലൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. നിങ്ങൾക്ക് കയറി കാണണ്ടേ, നിങ്ങൾ അവളെ കയറി കണ്ടോളാൻ പറഞ്ഞു. എന്ത് പറ്റി? അച്ഛൻ്റെ സ്വരത്തിലും ഇത് ഭാഗത്തിലും ഒക്കെ വല്ലാത്തൊരു വ്യത്യാസവും കാര്യങ്ങളും. വിഷ്ണു ചോദിച്ചു. എന്താ വെച്ചാ അച്ഛൻ എന്തിനാ കരയണേന്ന് ചോദിച്ചു. അത് പിന്നെ ഇനി കമല ഒരിക്കലും വരില്ലടാന്ന് പറഞ്ഞു. അത് കേട്ടിഞ്ഞപ്പോൾ ഒറ്റ കരച്ചിലായിരുന്നു വിശ്വ വിനായകനും ഒക്കെ ഐസിയിലേക്ക് ചെന്നു. അപ്പോഴേക്കും മാഷ് അവിടെ ഇരുന്ന് കരയുവാണ്. മാഷിനെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് അവിടെ ശ്രീജയ്ക്ക് പോലും അറിയണ്ടായിരുന്നില്ല. അങ്ങനെ മാഷിനെ ഉരുവത്തി അവിടെ പിടിച്ചിരുത്തി സമാധാനിപ്പിക്കുകയാണ്. ശ്രീജയുടെ കണ്ണു നിറഞ്ഞൊഴുകുക. അങ്ങനെ അകത്ത് കയറി അമ്മയെ കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് സഹിച്ചില്ല. എല്ലാവർക്കും ഭയങ്കര വിഷമമായിപ്പോയി. ആരും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല അത്. ഈ സമയത്ത് വേദ തനിക്കൊരു പെൺകുഞ്ഞ് പിറന്നെന്നുള്ള കാര്യം അറിയുന്നത് വേദയുടെ കണ്ണ് നിറഞ്ഞൊഴുകി. ഒരുപക്ഷെ ഇത് തൻ്റെ അച്ഛനും അമ്മയൊക്കെ അറിയുവാണെങ്കിൽ വിക്രമൊക്കെ അറിയണ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന അവരായിരിക്കും. അവർക്കിതൊന്നും അറിയത്തു പോലുമില്ല. എത്രയോ പ്രതീക്ഷയോടെ കാത്തിരുന്നാണ്. ഇത്ര സമയം വേദന സഹിച്ചാലും തനിക്കൊരു കുഞ്ഞു പിറന്നെന്നറിഞ്ഞു കഴിഞ്ഞപ്പോൾ വേദയ്ക്ക് ഭയങ്കര സന്തോഷമായി. പക്ഷേങ്കിൽ ഈ പറയുന്ന വേദയ്ക്ക് അറിയില്ല അവിടെ കമല മരിച്ചിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ. പിന്നീട് വിക്രത്തെ വിവരങ്ങൾ അറിയിക്കുവാണ്. കമല മരിച്ചല്ലോ, അപ്പം ജയിലിൽ കിടന്നാൽ വിക്രത്തിനെ കൊണ്ടുപോകണമല്ലോ. പിറ്റേ ദിവസമാണ് അടക്കം കാര്യങ്ങളൊക്കെ. മാഷ് തകർന്നു പോയിട്ടുണ്ടായിരുന്നു. വിക്രത്തോട് വന്നിട്ട് സൂപ്രണ്ട് ആൻഡ്രൂസ് ആണ് പറയുന്നത്, നിന്റെ അമ്മ മരിച്ചു പോയെന്നുള്ള കാര്യം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിക്രത്തിന് വല്ലാത്തൊരു ഞെട്ടല. തലേ ദിവസം രാത്രി വിക്രം സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു. തൻ്റെ അരിയിലേക്ക് തൻ്റെ അമ്മ വരുന്നേ തന്നോട് പറയുന്നേ, എടാ വിക്രം ഞാൻ പോകും കേട്ടോ, നിന്നൊന്ന് കാണാൻ വേണ്ടി വന്നാന്നൊക്കെ പറഞ്ഞിട്ട് തൻ്റെ അമ്മ മാഞ്ഞു പോന്നേ. വിക്രത്തിനും അതൊട്ടും ചിന്തിക്കാൻ പോലും പറ്റുന്ന കാര്യമായിരുന്നില്ല അമ്മയുടെ മരണം. വിക്രം സെല്ലി തല വെച്ച് ഏങ്ങയും കിടന്ന് കരയുവാണ്. പിറ്റേ ദിവസം അടക്കിന് വിക്രത്തെ കൊണ്ടുവരുവാണ്. അങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് വിക്രത്തിൻ്റെ മനസ്സിൽ കൂടെ പല പല ചിന്തകളും പോയി. എന്തൊരു പ്രതീക്ഷയായിരുന്നു താൻ ഇവിടെ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ വേദയും കൂടെ വരും, വേദയും കൂടെ വന്ന് അച്ഛനും അമ്മയും താനും വേദയെല്ലാം പഴയതുപോലെ സന്തോഷത്തോടെ ജീവിക്കും എന്നൊരു പ്രതീക്ഷ. വിക്രം വന്നു കഴിഞ്ഞപ്പോൾ മാഷ് അവിടെ തളർന്നിരിക്കുന്നുണ്ടായിരുന്നു. വിക്രത്തെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മാഷ് വന്ന് കെട്ടിപ്പിടിച്ച് വിക്രത്തെ, എടാ വിക്രം നിന്റെ അമ്മ പോയെന്നും പറഞ്ഞുകൊണ്ട് മാഷിന് മനസ്സിലായി എന്തുകൊണ്ടാണ് വിക്രത്തെ കാണാൻ കഴിഞ്ഞ ദിവസം കമല പോകാനായിട്ട് വാശി പിടിച്ചേ. ഒരുപക്ഷെ അവൾക്ക് തോന്നിക്കാണും, അവൾ തന്നോട് പറഞ്ഞതാ തനിനി അധിക കാലമൊന്നും ഉണ്ടാകത്തില്ലെന്ന്. അപ്പം അതുകൊണ്ടായിരിക്കും, അവൾക്ക് തോന്നിയതുകൊണ്ടായിരിക്കും വിക്രത്തിനൊന്ന് കാണണമെന്ന്. വിക്രത്തോടും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ ഒടുവിൽ വിക്രം വിനായകനും അവരെല്ലാവരും ചേർന്നിട്ടാണ് ചിതയ്ക്ക് തീ കൊളുത്തുന്നത്. അതിനുശേഷം വിക്രത്തെ ജയിലിലേക്ക് തിരികെ കൊണ്ടുപോവാണ്. വിക്രം തകർന്നു പോയിട്ടുണ്ടായിരുന്നു. വേദയ്ക്ക് തൻ്റെ കുഞ്ഞ് പറഞ്ഞപ്പോൾ സന്തോഷം ഉണ്ടായിരുന്നു. പക്ഷെ അതിനേക്കാളും ഉപരി വല്ലാത്തൊരു സങ്കടം കൂടെ. ഒരു വശത്ത് വീട്ടുകാരെക്കുറിച്ചുള്ള ചിന്ത. ഇപ്പം വിക്രമൊക്കെ അരികിലുണ്ടായിരുന്നെങ്കിൽ. പിന്നെ അത് മാത്രമല്ല, രാധികയുടെ മരണം അത് വേദയെ വല്ലാതെ പിടിച്ചു കുലുക്കിയിട്ടുണ്ടായിരുന്നു. വേദയെ നോക്കാനായിട്ട് ആകെപ്പാടെ ഉണ്ടായിരുന്ന ശ്രേയ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ രാധികയുടെ മരണം കഴിഞ്ഞതിന് ശേഷം സേതുലക്ഷ്മി അമ്മയ്ക്ക് നല്ല മാറ്റമൊക്കെ ഉണ്ടാവുകയാണ്. സേതുലക്ഷ്മി അമ്മ വേദയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ തരുണിനോട് പറയുന്നുണ്ട്. പിന്നീട് വേദയെ നോക്കാനായിട്ട് സേതുലക്ഷ്മി അമ്മ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കഥകളൊക്കെ കാണാൻ പോകുന്നത്. എന്താണെങ്കിലും വേദയ്ക്ക് ഒരു അമ്മയെ കിട്ടുവാണ്, മകളെ പോലെ തന്നെയാണ് വേദയെ അവർ കാണാനായിട്ട് പോകുന്നത്. അതിൻ്റെ കഥകളൊക്കെ നമ്മളിനി വരുന്ന ദിവസങ്ങളിൽ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.